കയറിയപ്പോൾ മുതൽ ഇതുവരെയും ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഒന്നുമില്ല. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുമ്പോൾ അവർ തന്നെ പൊക്കോളും, വേറെ വലിയ ശല്യമൊന്നുമില്ല. പിന്നെ ഹിന്ദിക്കാരോടൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് അടിയും പിന്നെ തുണി വെക്കി കാണിക്കലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി ഇതാണ്ട തൂർത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ട്രെയിനിൻ്റെ. അതുപോലെ ബാത്റൂമിനകത്തുള്ള നമ്പറുണ്ട് കണ്ടില്ലേ, 10 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച സോൻ പപ്പയാണ് കേട്ടോ. ഇത്രയുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെയല്ല, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. വാഷ് ബേസിൻ്റെ വെള്ളമില്ല കേട്ടോ, ആൾക്കാർ തൊപ്പിയൊക്കെ കിട്ടുന്നുണ്ട്. ബാത്റൂമിൻ്റെ ഉള്ളിലാണ് വിവേക് എക്സ്പ്രസ്സിലെ കാണിച്ചൊരവസ്ഥ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എക്സോഡിബീസിൻ്റെ മേഘാലയ സോളോ ട്രിപ്പിലെ 3ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ആസാമിലെ ദീബ്രുഗഡ് വരെ പോകുന്ന വിവേക് എക്സ്പ്രസിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ എന്തായാലും മലയാളികളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്കൊരു മലയാളി പരിചയപ്പെടാൻ പറ്റിയുണ്ടല്ലേ. അയക്കുന്ന ചേട്ടനാണ് മനീഷ് ചേട്ടൻ. ഇവിടെ വെസ്റ്റ് ബംഗാൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ചേട്ടാ ഇപ്പോൾ ഇങ്ങോട്ട് ചേട്ടാ പോണത്? ഞാനിപ്പോൾ ഹൗറ ഇറങ്ങും. ഹൗറയ്ക്ക് മുമ്പുള്ള സ്റ്റോപ്പുണ്ട്, ഇറങ്ങി അങ്ങോട്ട് ഹൗറയിലേക്ക് പോകും. ബന്ധുവീടുണ്ട്. ചേട്ടനിപ്പോൾ വെസ്റ്റ് ബംഗാൾ പോകണം, അതിനുശേഷം ആസാം പോകണം, പിന്നെ നാഗാലാൻഡ്, അങ്ങനെ 3 സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഗുരുവായൂരുകാരനായ മനീഷ് ചേട്ടൻ. ഗൈസ്, നമുക്കിവിടെ മലയാളികളെ പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഉള്ള മിക്കവാറും ഭായിമാർക്കൊക്കെ മലയാളം അറിയാം. കൂടുതൽ ആൾക്കാരും ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ലീവിന് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. മിക്കവാറും എല്ലാവർക്കൊക്കെ മലയാളം അറിയാം. എന്താ ഇവിടെ നിൽക്കുന്ന ബായിക്കൊക്കെ മലയാളം അറിയാം. മലയാളം അറിയില്ലേ? അറിയാം. ഇവർക്ക് എല്ലാം മലയാളം അറിയാം കേട്ടോ. അതെ, നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് കേരളത്തിലുള്ളതല്ലേ? 2-3 വർഷമായിട്ട് കേരളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇതിനൊക്കെ മലയാളം അറിയാം. മലയാളികളില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അവരെ എടുക്കുന്നുണ്ട്. ചേട്ടൻ ഇവിടെ ഇറങ്ങല്ലേ? ഓക്കെ, പഠിക്കണമെങ്കിൽ വെച്ച് കാണാം. താങ്ക് യു. ഗൈസ്, ഇന്നലെയൊക്കെ രാത്രി നല്ല തിരക്ക്. ഇന്നലെ പകലും രാത്രിയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. ഇന്ന് പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ തിരക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടപ്പാതയിലൊക്കെ ആൾക്കാരുടെ എണ്ണം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഇനി പോകുന്നിടത്തോളം ഇന്നത്തെ ദിവസം അത്യാവശ്യം തിരക്കുണ്ടാവും. പിന്നെ ബാത്റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. ചിലയിടത്തൊന്നും വെള്ളമില്ല, ചിലയിടത്തൊക്കെ വെള്ളമുണ്ട്. പിന്നെ പല്ല് തേപ്പൊക്കെ ഒരു കണക്കാണ്. പല്ല് തേക്കാൻ പറ്റിയെന്നേ ഉള്ളൂ. ഇന്നലത്തെ ദിവസം ഞാൻ പല്ല് തേച്ചിട്ടില്ലായിരുന്നു, ഇന്ന് പല്ല് തേച്ചു. അപ്പോൾ കിട്ടുന്ന ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ബാത്റൂമിൽ പോകാതൊക്കെ മാക്സിമം പിടിച്ചിരിക്കണം. ബാത്റൂമിൽ തോന്നിക്കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റില്ല. ബയ്യയുടെ ബെഡ്ഷീറ്റ് ഉണ്ടോ? കോട്ടൺ ബെഡ്ഷീറ്റ് കേട്ടോ. ഒരെണ്ണത്തിന് 100 രൂപയുള്ളൂ. അത്യാവശ്യം നല്ല ലാഭം. അതുകൊണ്ട് ഈ ബയ്യ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. കോട്ടണാണ്, നല്ല ലാഭമാണ്. പല സമയത്ത് നമുക്ക് ഇതുപോലെ ലോങ് ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ബെഡ്ഷീറ്റൊക്കെ കാണാറുണ്ട്. അത്യാവശ്യം ലാഭം കേട്ടോ. വയസ്സ് ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് ഇതിൽ ഈ ഒരു വാഷ് ബേസിൻ്റെ വെള്ളമില്ല. ആൾക്കാർ തൊപ്പിയൊക്കെ കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വെള്ളം വരും, പിന്നെ വീണ്ടും വെള്ളം കാണില്ല. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ അകത്തെ അവസ്ഥയാണ്. ഈ ബാത്റൂമിലും വെള്ളമില്ല. ഇതിൽ വെള്ളം ഉണ്ടോ ഉള്ളിൽ? ഇല്ലല്ല കേട്ടോ. ആ ബാത്റൂം 2ലും വെള്ളമില്ല. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുഴപ്പമില്ല, അതിൽ 2ലും വെള്ളമുണ്ട്. അപ്പം ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പിന്നെ ആൾക്കാരുടെ എണ്ണം കുറവാണ്. രാത്രി കൂടെ ഫുൾ ആളായിരുന്നു. 2 സൈഡും ഫുൾ ആളായിരുന്നു. ഇതുപോലെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ തനി ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ് സ്ലീപ്പർ ക്ലാസ്. വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നല്ലതുപോലെ. ഗൈസ്, അങ്ങേറ്റം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്ത് കയറരുത്. AC-യിൽ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്തും വരട്ടെ, എന്തിനും ഏതൊരു എന്താണെന്ന് വെച്ചാൽ എവിടെ വേണോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പർ എടുത്ത് പോവാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഗോരഖ്പൂർ വരെ, ഗുവാഹട്ടി വരെ ഒരു 2600 രൂപയുള്ളൂ AC-യിൽ, 3 ടയർ AC-ക്ക്. നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഈ മേഘാലയ നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ പോകുന്നവർ. ഇതാണ് ഗൈസ് വെസ്റ്റ് ബംഗാളിലെ ഡാൻകുണി ജംഗ്ഷൻ. അതായത് നമ്മുടെ കൊൽക്കട്ട, ഹൗറ അതിൻ്റെയൊക്കെ അടുത്തുള്ള സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് വേണം കൊൽക്കട്ട പോകുന്നവർക്ക്, കൊൽക്കട്ടയും ഹൗറയിലേക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ജംഗ്ഷനാണ്. നമുക്ക് കൊൽക്കട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോപ്പല്ല, ഡാൻകുണി എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനാണ് കേട്ടോ. സമയം 4 മണിയായിട്ടുണ്ട്. അതായത് നമുക്ക് ആസാമിലും ബംഗാളിലൊക്കെ ഉള്ള കുറേ ഭായിമാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം, കണ്ടില്ലേ? ഇവരൊക്കെ എല്ലാവരും കേരളത്തിലൊക്കെ, കേരളം അറിയില്ല, മലയാളം അറിയില്ല, കുറച്ച് അറിഞ്ഞാൽ മതി. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവർക്കും മലയാളമൊക്കെ എല്ലാവർക്കും അറിയാം. ഇവനാണ് ആ കൂട്ടത്തിൽ വില്ലൻ. ഇവനെ ഞാൻ കേരളത്തിൽ കയറിയപ്പോൾ തൊട്ട് പരിചയപ്പെട്ടവരാണ്. മലയാളം നല്ല പച്ച മലയാളം ആവും പറയും. പേരെന്താ? പ്രസൻജിത്ത്. കണ്ടോ, ഇവരെല്ലാവരും മലയാളമൊക്കെ അറിയാവുന്ന ആൾക്കാരെ ഹായ് പറയുന്നു. ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ മലയാളികളില്ലെങ്കിൽ നമുക്ക് കമ്പനിക്ക് ഇതുപോലെ ഭായിമാരുണ്ട്, ഒരുപാടുണ്ട്.
ഇവരൊക്കെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ വീഡിയോസൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാത്തിലും ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവരാണ് എല്ലാവരെയും കൊണ്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തന്നത്. ഹായ് പറയണം. ഹായ്. ബാത്റൂമിൻ്റെ ഉള്ളിലാണ് വിവേക് എക്സ്പ്രസ്സിലെ കാണിച്ചൊരവസ്ഥ കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് നമ്മളെ റൊട്ടിയും സബ്ജിയും കൂടെ, അതായത് കറിയും കൂടെ 4 പീസ് റൊട്ടിയും കറിയും കൂടെ 50 രൂപ കേട്ടോ. അത് ഞാൻ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കവർ സോൻ പപ്പടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് കണ്ടില്ലേ, 10 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച സോൻ പപ്പടിയാണ് കേട്ടോ. ഇത്രയും ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലെയല്ല, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. സോൻ പപ്പടി കൊള്ളാം, അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അതുപോലെ ബാത്റൂമിനകത്തുള്ള നമ്പർ ഉണ്ട് എന്തല്ലേ. നമുക്ക് ഹിന്ദിക്കാരെന്നല്ല മലയാളിയായ ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടെ നാടെവിടെ? ആസാമിലെ. ആസാമാണെങ്കിലും മലയാളിയാട്ടോ, മലയാളമൊക്കെ നല്ലപോലെ അറിയാം. പിന്നെ അഹമ്മദ്, നമ്മളെ തിരുവനന്തപുരത്ത് മുതലേ നമ്മുടെ കൂടെ ഉള്ളവരാണ്. അല്ല പച്ചയ്ക്ക് മലയാളം പറയണ മലയാളം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മേഘാലയ സോളോ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണെന്ന്. ഇപ്പോൾ ട്രെയിനിനകത്താണ് ഉള്ളത്. ഓൾമോസ്റ്റ് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിനൊക്കെ ഏകദേശം കണ്ടില്ലേ, കാലി ആയതുപോലുണ്ട്. ഇപ്പം കറക്റ്റ് സ്ലീപ്പറിലുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇരുന്ന ആൾക്കാരെല്ലാവരും പോയി. പിന്നെ ബാത്റൂമിൽ പോകാനൊക്കെ ഇപ്പോൾ കുറച്ച് സൗകര്യമുണ്ട്, പക്ഷേ എല്ലാം വൃത്തിയായിട്ട് കിടക്കുകയാണ്. ചിലയിടത്തൊന്നും വെള്ളമൊന്നുമില്ല, ഇവിടെ ഒന്നും കണ്ടില്ലേ വെള്ളമൊന്നുമില്ല. അപ്പുറത്തെ വാഷ് ബേസിനിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയാണ് ഞാൻ മിക്കവാറും പോകുന്നത്, പല്ല് തേക്കാനും മോൻ കഴുകാനൊക്കെ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ആസാമെത്തി. അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഗുവാഹട്ടിയാണ്. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. 10-10:30 ഗുവാഹട്ടി എത്തും. പിന്നെ അടുത്ത് നേരെ സ്റ്റേഷൻ ഗുവാഹട്ടിയാണുള്ളത്. ഒരുപാട് ഭായിമാരൊക്കെ മലയാളികൾ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാരാണ്. 9 വർഷമായിട്ട് കേരളത്തിൽ ജീവിച്ച മനുഷ്യരാണ്. 24 വയസ്സായി. ഇപ്പോൾ നാട്ടിൽ നിന്നെല്ലാം നിർത്തി തിരിച്ച് മടങ്ങുകയാണ്. ദീബ്രുഘട്ടല്ലേ സ്ഥലം? ലാസ്റ്റ് സ്റ്റോപ്പ് കേട്ടോ. ദീബ്രുഘട്ട് വരെയുള്ള പുള്ളിയാണ്. ഇപ്പൊ കേരളത്തിലേക്ക് ഇല്ല നിർത്തി. ഓക്കെ. ഇപ്പോൾ ഇവിടെ ആസാമിലുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആസാമിലുള്ള ഒരുപാട് പേർക്ക് മലയാളം അറിയാമെന്ന് പറഞ്ഞു. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇപ്പം കേരളത്തിലൊക്കെ വന്ന് ഇപ്പം എല്ലാവർക്കും മലയാളമൊക്കെ അറിയാം. അപ്പം പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഹിന്ദി അറിഞ്ഞുകൂടെങ്കിലും പ്രശ്നമില്ല, അവർക്ക് മലയാളം അറിയാം. അല്ലേ ഗൈസ്? അല്ലേ, മലയാളം അറിയില്ലേ? മലയാളില്ലേ? ഗൈസ്, അങ്ങനെ 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിൻ യാത്രയായിരുന്നു. ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂട്, പിന്നെ ഭയങ്കര ആൾക്കാർ, ഭയങ്കര തിരക്ക്. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞ 2 ദിവസം ഫുള്ള്. അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ആസാമിന് ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരം പെട്ടെന്ന് വെളുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ തോന്നലാണെന്നാണ്. വെളുപ്പാൻ രാവിലെ 5 മണി ആയപ്പോൾ തന്നെ നേരം വെളുത്തു. ഇന്ന് 4:50 ആയപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം നേരം വെളുത്തു. ഇവിടെ അതുപോലെ തന്നെ 5 മണി കഴിഞ്ഞാൽ പിന്നെ നേരെ ഇരുട്ടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ സൈഡിലൊക്കെ ഇങ്ങനെയാണെന്നാണ് ഇവർ പറയുന്നത്. മേഘാലയ സൈഡിലൊക്കെ ഇതിലും നേരത്തെ എന്തായാലും നേരെ വിരട്ടുകയും വെളുക്കുകയൊക്കെ ചെയ്യുമെന്നാണ് പറയണത്. അപ്പോൾ ഇനി പോകുമ്പോൾ അതും കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. വെളുപ്പാൻ രാവിലെ 5 മണി ആയപ്പോൾ തന്നെ നേരമൊക്കെ വെളുത്തതാണ് നല്ലപോലെ വന്നു. ഇപ്പോൾ വലിയ ചൂടൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ സമയം 9-9:15 അത്ര ചൂടൊന്നും ഫീൽ ചെയ്യണില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ എന്താണെന്ന് ഗുവാഹട്ടിയിലെത്തിയിട്ട് ആസാമിലെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ മേഘാലയയിലെ കാഴ്ചകൾ കാണണം. ചേച്ചി ഇതാണ്ട തൂർത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ.
ഒരു കാര്യം കൂടെ പറയേണ്ടത് ഗൈസ്, ഇവിടെ കയറിയപ്പോൾ മുതൽ ഇതുവരെയും ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പൈസ അങ്ങനെ കൊടുക്കേണ്ടതൊന്നും വന്നൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ ഓരോ സ്റ്റേറ്റിൽ കയറുമ്പോഴിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അവരെ ഫേസ് ചെയ്യാനുള്ളൊരു ഇതും കൂടെ നമുക്ക് വേണം. വേറെ ഒന്നുമില്ല, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുമ്പോൾ അവർ പിന്നെ പൊക്കോളും, വേറെ വലിയ ശല്യമൊന്നുമില്ല. പിന്നെ ഹിന്ദിക്കാരോടൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് അടിയും പിന്നെ തുണി വെക്കി കാണിക്കലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ 62 മണിക്കൂറും 45 മിനിറ്റും ട്രാവൽ ചെയ്ത് ഞാനിപ്പോൾ ആസാമിലെ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും എനിക്കൊന്ന് വൈഫൈ എടുത്ത് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം, പിന്നെ എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് നേരെ മേഘാലയ റൂട്ടിൽ ലിഫ്റ്റ് അടിച്ചൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മേഘാലയയിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാനെന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. മേഘാലയ യാത്രയും മറ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.